നിവൃത്തികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. ജുഗനുവിന്റെയും ബേബിയുടെയും ജീവിതകഥയാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടത്. പാനലിന്റെ തീരുമാനം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ജീവിതം സാക്ഷിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജുഗനുവിന്റെ ചേച്ചി ജൂഡിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജുഗനുവിന്റെ ചേച്ചിയോട് ചോദിക്കാം, എന്താ ഇവർ തമ്മിലുള്ള പ്രശ്നം? എപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എപ്പോഴും ഫോൺ ചെയ്ത് ചോദിച്ചാൽ എന്നെ അടിച്ചു വന്നു. ഞാൻ പറഞ്ഞു മോളെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് അടിച്ചത് കുഞ്ഞിന് മാർക്ക് കുറഞ്ഞു എന്ന്. മോന് മാർക്ക് കുറഞ്ഞു എന്നുള്ള റീസൺ. അച്ഛൻ ശരീരം ഫുള്ള് നീലിച്ച കളറാക്കി കളഞ്ഞു അടിച്ച്. അല്ല അപ്പൊക്കെ അതൊക്കെ അറിയാലോ. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞാണ് എണീറ്റിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറയുന്നത് ഇത്രയും ഇതാര് ചെയ്തു അവസാനം ഹസ്ബൻഡാണ് ഇങ്ങനെ കാര്യം. അപ്പോൾ പറഞ്ഞു ഇല്ല ഇത് പോലീസിനെ അറിയിച്ച് ഇത്രയും ഉപദ്രവിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നും അറിഞ്ഞിട്ടില്ലെന്നല്ലേ പറയുന്നത്. സംഭവമില്ല, 1.5 മാസത്തിന് മുമ്പ് എന്നെ അടിച്ച് എൻ്റെ കാല് 2-3 ആഴ്ച കൊണ്ട് തറയിൽ കുത്താൻ വയ്യായിരുന്നു. എന്റെ ശരീരം ഒരു സംഭവമില്ല, വെറുതെ പറയുന്നവർ. ഞാൻ സംസാരിക്കാനേ പോകാറില്ല, പിന്നെ അടിക്കുന്നെങ്ങനെ അതുമാതിരി ബെഡ്റൂമിലോട്ട് ഞാൻ പറഞ്ഞു മോളെ സ്നേഹമായിട്ടൊന്ന് സംസാരിച്ച് നോക്ക്. അപ്പോൾ വെച്ച് അടുക്കളയിൽ നിന്ന് ചായ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുമ്പോഴേ എൻ്റെ ഷെയ്ഡ് അടിക്കുമ്പോഴേ പൊയ്ക്കളയും. വെറുതെ ഒരു കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പേ ഭയങ്കര മഴ, ആ മഴയത്തിറങ്ങി നിന്നേക്കുന്നു രാത്രി. ആൽബിൻ ജുഗുനു അടുത്ത് ചെന്ന് അവർ പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് രാത്രി ഇറക്കി പുറത്തിറക്കി വിട്ടു. ഞാൻ അവിടെ പുറത്ത് 2 ദിവസം കൊണ്ട് തുടങ്ങി. ഞാൻ പുറത്തുനിന്ന് തുടങ്ങി. മഴ സമയത്തായിരുന്നു. ആരാ പുറത്തിറക്കി വിട്ടത്? എന്റെ ഭാര്യ പറഞ്ഞു ഈ ഭാര്യയെ പുറത്തിറക്കി വിട്ടത്. ഞാൻ പുറത്തു തുടങ്ങി. അവർ പറഞ്ഞ് ഇറങ്ങിപ്പോയെന്നല്ല, അവർ ഇറക്കി വിട്ടത്. അല്ല എന്തിനാ അങ്ങനെ ഇറക്കി വിട്ടത്? ഞാൻ പോയി അടുത്ത് കിടന്നു. പുള്ളി കിടക്കുന്നിടത്ത് പോയി ഞാൻ പറഞ്ഞു മോളെ മമ്മി നിന്ന് ഡാഡി അടുത്ത് പോയി കിടക്കാം, ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ മതിയോ, ഡാഡി മമ്മി സ്നേഹത്തോടെ ജീവിക്കണ്ടേന്ന്. എന്തെന്ന് വെച്ചാൽ പുള്ളി ഒന്നും മിണ്ടിയില്ല. ഞാൻ പോയി ബെഡ്ഷീറ്റും തെലങ്കണി എടുത്ത് പോയി അടുത്ത് ചെന്ന ഉടനെ പുള്ളിക്ക് മനസ്സിലായി അടുത്ത് കിടക്കുമെന്ന്. പുള്ളി അച്ഛൻ തെലങ്കണി ബെഡ്ഷീറ്റും എടുത്ത് ടെറസിൻ്റെ മുകളിൽ പോയി. അന്ന് മൊത്തം മഴ, ഫുൾ മഴയായിരുന്നു. അപ്പോൾ 2 മണിയായപ്പോൾ 2 ദിവസം പുറത്ത് കിടന്നു. 2 അല്ല 3-ാമത്തെ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നാളെ മമ്മി പോയി കിടക്കും, പോകണമെങ്കിൽ അങ്ങനെ പുറത്ത് കൊതുകും ഫാനും ഇല്ലാതെ കിടക്കുന്നെങ്കിൽ അങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മമ്മി നാളെയും പോകുമെന്ന് പറഞ്ഞു. പിള്ളേരും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടത് കൊണ്ട് ഞാൻ രണ്ടാമത്തെ ദിവസം പോയി കിടന്നു. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല അത് എത്ര ദിവസം അവിടെ കിടക്കുന്നു, എല്ലാ ദിവസവും മഴയും ഉണ്ട്. ഞാൻ ചോദിച്ചു എത്ര ദിവസം കിടക്കുന്നു നോക്കട്ടെ. അപ്പോൾ അത്ര ഭാര്യ വേണ്ടെങ്കിൽ മഴയും കൊതുകും ഇഷ്ടമാണ്, പക്ഷെ ഭാര്യ ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. 3-ാമത്തെ ദിവസം ഇത്രയും ഭാര്യയോട് ഇത്രയും ഒരു വെറുപ്പ് വരാൻ എന്താ കാരണം? എന്താ ബേബി എന്താ പറയാനുള്ളത്? അല്ല ഇങ്ങനെ ഭാര്യ അടുത്ത് വന്ന് ഈ കിടന്നോണ്ണം മഴയത്തും കൊതുകും പോയി കിടക്കുമ്പോ അത്രത്തോളം വെറുപ്പാണോ ഭാര്യയോട്? വെറുപ്പാണോ ബേബി? അത് പണ്ടേ ഇപ്പൊ തുടങ്ങി 2 വർഷമായി ആൾക്കാരോട്. അല്ല അങ്ങനെ വെറുപ്പ് വരാൻ കാരണം എന്താ ബേബി? അതിപ്പോ തുടക്കത്തിൽ സംഭവിച്ചു പറഞ്ഞല്ലോ നേരത്തെ. അതിപ്പോ ഒരു ഇതാണ് തുടക്കത്തിൽ സംഭവിച്ച കാര്യം, അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അല്ല പറഞ്ഞില്ലല്ലോ. എന്തിനാ വെറുപ്പ്? തുടക്കത്തിലെ ഉണ്ടായ പ്രശ്നം മൂലം അങ്ങനെ വിട്ടുപോയതാ. ബന്ധം അന്നും മുതൽ വിട്ടു തുടങ്ങിയതാ. ഇപ്പൊ പൂർണ്ണമായിട്ട് ഇല്ലായിരുന്നു. ഒരു കഴിഞ്ഞ വർഷം. അല്ല തുടക്കത്തിൽ എന്തായിരുന്നു പ്രശ്നം? അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇത് നമുക്കറിയാം. എന്ത് വഴക്കുണ്ടാക്കിയെന്ന? അവരുണ്ടാക്കുന്ന പ്രശ്നത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. അവരെന്താ അല്ല എന്താണ് എന്തെങ്കിലും വഴക്കുണ്ടായി ജോലിക്ക് പോകുന്ന വല്ലതും പറഞ്ഞു കാണും. 3 ദിവസം മഴയത്ത് പോയി കിടക്കുന്നു വെച്ചാൽ അപ്പൊ ഭാര്യ എത്രത്തോളം വെറുത്ത് കാണുമല്ലേ? അത് അത്രത്തോളം വലിയൊരു തെറ്റ് ചെയ്ത് കാണല്ലോ പെണ്ണപ്പോ. അങ്ങനല്ല, അവർ ഇറക്കി വിടുന്നുണ്ടോ? അതെ ഇറക്കി വിടാച്ചാൽ ഇതല്ലേ കാരണം. വേറെ അടുത്ത് വന്നതല്ല, ഇറക്കി വിടുന്നവർ. അവർക്ക് എന്ത് തോന്നാ ചെയ്തോളൂ. എന്തായി പറയുന്നത്? അല്ല ഇങ്ങേർക്കേ കൊണ്ടുപോയി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. അതാ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഞാനത് അജുനോട് പറഞ്ഞു. ശരിയല്ല കേട്ടോ. ഞാനത് ശ്രമിച്ചില്ലേ ഇതുമാതിരി ഹോസ്പിറ്റലിൽ മറ്റോ? ഞാൻ പറഞ്ഞു മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കുട്ടികളും ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെയും പ്രശ്നം വരുമ്പോൾ മോള് കൊണ്ടുപോയി നോക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാൻ. അങ്ങനെ ജൂന് പോലീസിനെ ഇത് ചെയ്തു ഹോസ്പിറ്റലിൽ കൊണ്ട് ടാബ്ലറ്റ് കഴിക്കൂല.
സൈക്കാട്രിസ്റ്റിനെ കണ്ടോ? സൈക്കാട്രിസ്റ്റിനെ കൊണ്ടോ? ഇപ്പം തന്നെ മാം ശ്രദ്ധിച്ചായിരുന്നു, ഞാൻ ഇറക്കി വിട്ടെന്നാ പറഞ്ഞത്. പക്ഷേ ഞാൻ അടുത്ത് നിന്ന് കിടന്നപ്പോഴാണ് പുള്ളി പോകുന്നത്. എന്നിട്ട് പറയാ ഞാൻ ഇറക്കി വിട്ടെന്ന്. ഒന്ന് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഈ കുടുംബക്കാരെയൊക്കെ അടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങളെ അടിച്ചിട്ടുണ്ടോ? കണ്ടിട്ടേ ഇല്ല. അവരാക്കാൻ 2 മാസം. കുടുംബക്കാരെ അടിച്ചിട്ടുണ്ടോ? 2 മാസം ഒരു പ്രാവശ്യം അടിക്കാൻ ഇങ്ങനെ വന്ന് ഇത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ആൻറ്റിയുടെ മോളും കൂടെ ചെന്നപ്പോൾ എന്നെ അടിക്കാതെ വെച്ചപ്പോൾ ജൂന് പെട്ടെന്ന് പിടിച്ച് മാറ്റി. ആ ഒരു പ്രാവശ്യം. അമ്മയെ അടിച്ചിട്ടുണ്ടോ? അമ്മയെ തള്ളി ഇറക്കി ഇറങ്ങടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എടുത്തേറി പറഞ്ഞു. അവളുടെ വിഷമം കണ്ട് ഞാൻ വന്ന 10 മണിക്ക് അത് രാത്രി അമ്മയ്ക്ക് എറണാകുളം വരെ പോകാനും വയ്യ അമ്മ അവിടെ. എന്നിട്ട് അമ്മയോട് പറയാ നീ ഇറങ്ങിയല്ലാതെ ഞാൻ അകത്ത് കയറത്തില്ല എന്ന് പറഞ്ഞ് 12-1 മണി വരെ നിന്നു പുറത്ത്. അമ്മ വിളിച്ചല്ല. എന്താ ഇങ്ങനെ ഒരു ഭർത്താവാന്ന് അറിഞ്ഞോണ്ട്, ഇങ്ങനത്തെ ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങളെല്ലാം ഞാൻ എന്തെങ്കിലും ശരിയാകും നമ്മൾ സ്നേഹത്തോടെ നമ്മളെല്ലാ ഉപകാരങ്ങളും ചെയ്യുന്നില്ലേ? അപ്പം നമുക്ക് ഒരു നന്ദി ഉള്ളൊരു ഹൃദയം ഉണ്ടാകുമല്ലോ ഒരു മനുഷ്യന്. നമ്മളെല്ലാ ഉപകാരം ചെയ്യുക, മുടി വെട്ടാൻ പൈസ കൊടുക്കുക, ഡ്രസ്സിന് ആവശ്യമായത് കൊടുക്കുക, എന്ത് വേണമെങ്കിലും ആഹാരം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ക്രമീകരിക്കുമ്പോൾ ഏത് മനുഷ്യനും നമ്മളോട് എന്തെങ്കിലും ഒരു സ്നേഹം തോന്നുമല്ലോ. ഇയാളെ വേർപ്പെടുത്തണമെന്ന് വല്ല സ്ഥലത്ത് ജോലി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഡോക്ടറാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നത്? അപ്പം പറഞ്ഞു ഇല്ല ഡോക്ടർ എനിക്ക് ഹസ്ബൻഡിന് വേണം. ജോലി പ്രശ്നം ഉണ്ടാക്കി. പിന്നെ അങ്ങനെ പുറത്തേ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ജോലി സ്ഥലത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ പൈസ സഹായം വേണ്ടെന്നുണ്ടല്ലേ? നമ്മുടെ സഹായം വേണ്ട. അപ്പൊ അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവർ കൊടുക്കാൻ ആളുള്ളവർ നമ്മുടെ സഹായം വേണ്ട. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഇരുത്തുക അല്ലെങ്കിൽ മറ്റൊന്നും മാർഗം നോക്കുക. അല്ല വേറെ മാർഗം.